ബുദ്ധിമുട്ടിൽ ടീച്ചർമാരാണ് ഇപ്പോൾ വലഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പഠിച്ചു വന്നിരുന്ന, അവർ നടന്നു വന്നിരുന്ന ആ ടീച്ചിങ് സമ്പ്രദായം അപ്പാടെ മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുപോലൊരിടത്ത് നമുക്കിങ്ങനെ ഒരു പുഴ ഒഴുകുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കാറ്റ് ശ്രവിക്കുന്നത് പോലെ ഒരു ക്ലാസ് ഇങ്ങനെ കേട്ടിരിക്കുക എന്ന് പറയുന്നത് മാഷിൻ്റെ ക്ലാസ്സാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ മാഷ് പറയും. നമ്മൾ കേൾക്കാത്ത കവിതകൾ പറയും, നമ്മൾ കേൾക്കാത്ത കഥകൾ പറയും, നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിലേക്ക് പോകും. അങ്ങനെ ഒരു ക്ലാസ് നല്ല ശ്രവ്യമായി കേൾക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളും ഈ ക്ലാസ് റൂമുകളിൽ നമ്മൾ ഭയങ്കര മിസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു ക്ലാസ് വന്നതും പിന്നെ എൻ്റെ ഒരു ജീവിതത്തിലുള്ള ഈ ഒരു സമയത്ത് പല കുട്ടികളും, ഇപ്പം ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ്, അപ്പോൾ ബുദ്ധിമുട്ടുള്ള കുട്ടികളെയാണ് നോക്കുന്നത്. പക്ഷെ എനിക്ക് അവിടെ അതിനേക്കാളും കൂടുതൽ നോക്കാൻ കിട്ടുന്നത് കുറുമ്പുള്ള കുട്ടികളെയാണ്. ടീച്ചർമാരിങ്ങനെ പറയും ഇവന് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല, അതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് നല്ല അനുസരണയുള്ള കുട്ടികളെ പോലെ കൂടെ വരും. അപ്പോൾ ടീച്ചർമാർക്കൊക്കെ അത്ഭുതമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചത് ഇവിടുത്തെ ക്ലാസ്സും ഇവിടെ മാഷന്മാർ പറഞ്ഞു തരുന്ന ഓരോ പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവും കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എൻ്റെ ഒരു ലെവൽ മെച്ചപ്പെടുത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, അത്രയും കുട്ടികൾക്ക് അത്രയും പ്രിയപ്പെട്ടവരായിട്ട് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ടാണ്. അവർ ആ വഴി എനിക്ക് പറഞ്ഞു തന്നതുകൊണ്ടാണ്. അപ്പോൾ മാഷിനെ ഇത്രയും ഈ ഒരു അവസരത്തിൽ ആദരിക്കാൻ പറ്റിയതിൽ ഞങ്ങളുടെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഇനി വരുന്ന ക്രിസ്മസ് കഴിഞ്ഞിട്ട് വരുന്ന ആശംസകളും ഒരാൾ കൂടെ മാഷിന്റെ നാട്ടുകാർക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും മാഷിനെ കൊണ്ട്